18 വയസ്സായിട്ടും നിക്കാഹ് ചെയ്തു കൊടുക്കാതെ, 22 വയസ്സായിട്ടും കല്യാണം കഴിപ്പിച്ചു കൊടുക്കാതെ വീട് നിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉണ്ടായാൽ ഫിത്നയുണ്ടാകുമെന്ന് പറയുന്നത് ഹബീബായ നബി തങ്ങളാണ്. ഫസാദ് ഉണ്ടാകുമെന്ന് പറയുന്നത് ഹബീബായ നബി തങ്ങളാണ്. ഒരുപക്ഷെ കുടുംബ ബന്ധം തകർക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന നവ ലിബറൽ ചിന്താഗതിക്കാരായ ആളുകളെ വിവാഹത്തെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് പറയുന്നുണ്ടാകാം, കല്യാണം പിന്തിപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടാകാം, നിങ്ങളൊരു പുരുഷന്റെ ആധിപത്യത്തിന്റെ കീഴിൽ വരരുത് എന്ന് പറയുന്നുണ്ടാകാം. അവർക്ക് ഇവിടെ നടക്കുന്ന അനാചാരങ്ങളിൽ ഒരു കുഴപ്പമില്ല, ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു കുഴപ്പമില്ല, ഇവിടെ നടക്കുന്ന അധാർമികമായ ഏത് പ്രവർത്തനങ്ങൾ നടത്തിയാലും കുഴപ്പമില്ല. കല്യാണം വേണ്ട, സെക്സ് വേണമെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ എനിക്ക് ലിവിങ് ടുഗദർ ആയാൽ പോരെ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ ഞാൻ ജീവിച്ചാൽ പോരെ എന്ന അഭിപ്രായത്തോടെ ഇന്ന് വളർന്നു വരുന്ന ചെറുപ്പക്കാരെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങി വരണം. പ്രിയപ്പെട്ടവരെ, ഒരു പരിധിവരെ ദീൻ പിടിച്ചു നിൽക്കാൻ വിവാഹം നല്ലതാണ്. 100% ഒരാൾ നന്നാകുമെന്നല്ല പറയുന്നത്. നല്ല ദീനുള്ള പെണ്ണിനെ കിട്ടിയാൽ അയാൾ 100% വരെ നന്നാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദീനില്ലാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാ ഒരുപക്ഷെ ഉള്ള ദീന് പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട്